പ്രിയമുള്ള വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഈ ലോകം എത്ര മനോഹരമാണ്! മനോഹരമായ ഈ ലോകത്തിൽ എത്ര ജീവിച്ചാലും മതിവരില്ല എന്നാണ് ഒരു ചിന്തകൻ പറയുന്നത്. ജീവിതം സൗന്ദര്യമുള്ളതാക്കാൻ നമ്മളെല്ലാം ശ്രമിക്കാറുമുണ്ട്. പലരും ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, മരണാനന്തരമുള്ള കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ 3/4 പേരും സ്വന്തമായി കല്ലറ വരെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരാണ്. ജീവിക്കാൻ ഫ്ലാറ്റും മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ കല്ലറയും ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു തലമുറ എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ ചില ആശങ്കകളൊക്കെ ചിലപ്പോൾ തേടി വരാറുണ്ട്. മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ അവസ്ഥ? പലപ്പോഴും നമ്മളോട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. എല്ലാ മതങ്ങളും മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള പഠനങ്ങളും ദാർശനിക സംഹിതകളും ഒക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. മരണത്തെപ്പറ്റി ഓരോതരം കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ മരണാനന്തര അവസ്ഥയെപ്പറ്റി വിശുദ്ധനായ പൗലോസ് ശ്ലീഹ നടത്തുന്ന ഒരു പഠനം നമുക്കറിയാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തുന്നു, മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹായുടെ ദാർശനിക സമസ്യകൾ രൂപപ്പെട്ടത് കേവലം ഒരു നിമിഷം കൊണ്ടൊന്നും അല്ല. കാരണം വിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ പറ്റി പറയുന്നുണ്ട്, ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠനം നിർവഹിച്ചവനാണ്. എപ്പിക്കൂറിയനിസവും സ്റ്റോയിസവും ഗ്രേക്കോ റോമൻ ഫിലോസഫിയും രൂപപ്പെടുത്തിയ വ്യക്തിത്വമാണ് ആരുടേത്? വിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടേത്. അതുകൊണ്ട് ദമസ്കോസ് ഇൻസിഡന്റിന്റെ അഥവാ ദമസ്കോസിൽ വെച്ച് നടന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം, ഗ്രേക്കോ റോമൻ ഫിലോസഫി, സ്റ്റോയിസം, ആ കാലത്ത് നിലവിലിരുന്ന ദാർശനിക സമസ്യകൾ, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലെ പഠനം, ഇതെല്ലാം ചേർത്ത് വെച്ച് രൂപപ്പെടുത്തിയ വ്യക്തിത്വമാണ് ആരുടേത്? വിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടേത്. അപ്പോൾ നമുക്കറിയാം, ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മൾ ഏറ്റവും അധികം വായിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ശുശ്രൂഷയ്ക്കാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഏത് ശുശ്രൂഷയ്ക്കാണ്? ശവസംസ്കാര ശുശ്രൂഷയിൽ വായിക്കുന്ന ലേഖന ഭാഗമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. നമ്മൾ വിചാരിക്കും അവിടെ പറയുന്നത് മരണത്തെ പറ്റിയാണെന്ന്. എന്നാൽ അവിടെ മുഴുവൻ പറയുന്നത് ജീവനെ പറ്റിയുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭാവിശ്വാസം അനുസരിച്ച്, നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഹിത അനുസരിച്ച് വിശുദ്ധനായ പൗലോസ് ശ്ലീഹ ജീവിതത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ഒന്ന് നോക്കിക്കാണാനുള്ള ഒരു വലിയ അവസരം കൂടിയായിട്ടാണ് ഞാനിത് കാണുന്നത്. ഒന്നാമത്, ആ ലേഖന ഭാഗത്ത് കൊടുത്തേക്കുന്ന ചില ആശയങ്ങളെ നിങ്ങളുമായിട്ടൊന്ന് വിശ്വാസപരമായ കാര്യവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് അവിടെ പറയുന്നു, ജീവിതം നാശത്തിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള യാത്രയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നാശത്തിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള യാത്രയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 42-ാം വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 42-ാം വാക്യം. അവിടെ എന്താ പറയുന്നത്? ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ഇതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എന്താ ഈ ദ്രവത്വം എന്ന് പറഞ്ഞാൽ? ഞാൻ പറയും, ദ്രവ്യത്തിൻ്റെ ഭാവമാണ് ദ്രവത്വം എന്നറിയപ്പെടുന്നത്. ദ്രവ്യത്തിൻ്റെ ഭാവമാണ് ദ്രവത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ദ്രവ്യം? ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു നിർവചനമാണ് ദ്രവ്യം എന്നാൽ എന്താന്നുള്ളത്. എന്താ ദ്രവ്യം എന്ന് പറഞ്ഞാൽ? എന്താ? സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമുള്ളതും
ഊർജം ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥത്തിന് പറയുന്ന പേരാണ് എന്നത് പറയുന്നത് ദ്രവ്യം എന്ന് പറയും. സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമുള്ളതും ഊർജം ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ദ്രവ്യം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എ മാറ്റർ വിച്ച് റിലേറ്റഡ് വിത്ത് സ്പേസ് ആൻഡ് എനർജി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ദ്രവ്യത്തിന് എത്ര ഭാവമുണ്ട്? നിരവധി ഭാവമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഭാവങ്ങൾ നമുക്കറിയാം. ശാസ്ത്രം അതിന് ശേഷം ധാരാളം ഭാവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പ്രധാനപ്പെട്ട പിന്നെ പ്ലാസ്മയുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് ഫോം ഓഫ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രത്യക്ഷത്തിൽ നമുക്കറിയാം ദ്രവ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്ര ഭാവമുണ്ട്? 3 ഭാവമുണ്ട്. ദ്രവ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താ? ഒരുപക്ഷെ രാവിലെ സോളിഡ് ആയിരിക്കും, കാലാവസ്ഥയുടെ സമ്മർദ്ദവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? ചിലപ്പം ലിക്വിഡ് ആകും. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. മനുഷ്യന് ചിലപ്പോൾ ഇതുപോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സോളിഡാ, വൈകുന്നേരം കയറി വരുമ്പോഴോ അത് മനുഷ്യന്റെ കാര്യം. പക്ഷെ ദ്രവ്യമെന്ന് പറഞ്ഞാൽ അത് അഴിഞ്ഞു പോകുന്നതാണ്, രൂപമാറ്റം സംഭവിക്കുന്നതാണ്. എന്നാൽ ദ്രവ്യഭാവത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അഴിഞ്ഞു പോകാത്തതും മാറ്റമില്ലാത്തത് ഈ പ്രപഞ്ചത്തിൽ ഒന്നേ ഉള്ളൂ. അതാരാണ്? അതാരാ? ദൈവം. ഇല്ലേ? യേശു മാറാത്തവൻ എന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാ? അവൻ ആദിയും അന്ത്യവും എന്നും എല്ലാ കാലത്തും അവൻ എങ്ങനെയാണ്? മാറ്റം വരാത്തവനാണ്. അവൻ മാറ്റം വരാത്തവൻ ആരാണ്? ദൈവമാണ്. അപ്പം അഴിഞ്ഞു പോകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് അഴിഞ്ഞു പോകാത്ത ദൈവത്തിന്റെ അവസ്ഥയിലേക്കുള്ള മാറ്റത്തെ പറ്റിയാണ് വിശുദ്ധനായ പൗലോസ് പറയുന്നത് ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്കുള്ള യാത്രയിൽ. അഴിഞ്ഞു പോകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയിൽ നിന്ന്, അതായത് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ദൈവാഗ്രഹത്തിലേക്ക്, ദൈവചിന്തയിലേക്കുള്ള മാറ്റത്തിന് വിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്ന വളരെ ദാർശനികമായ ഭാവമാണ് നാശത്തിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള യാത്ര. ഈ ദ്രവ്യം അഴിഞ്ഞു പോകുന്നതാണെങ്കിലും നമുക്ക് താല്പര്യം എന്തിനോടായിരിക്കും? ദ്രവ്യത്തോടാണ്. ദ്രവ്യത്തോട് നമുക്ക് തോന്നുന്ന താല്പര്യത്തിന് പറയുന്ന പേരെന്താ? അഴിഞ്ഞു പോകുന്ന ദ്രവ്യത്തോട് നമുക്ക് തോന്നുന്ന താല്പര്യത്തിന് പറയുന്ന പേരെന്താ? മോഹം എന്നാണ്. മോഹം എന്തായിട്ട് മാറും? മോഹം എന്തായിട്ട് മാറുമെന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നേ? പാപമാകും. പാപം എന്തായിട്ട് മാറും? മരണമായിട്ട് മാറും. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലത്തോട് ഹൗവയ്ക്ക് തോന്നിയത് എന്താണ്? മോഹമാണ്. മോഹം എന്തായിട്ട് മാറി? പാപമായിട്ട് മാറി. പാപം എന്തായിട്ട് മാറി? മരണമായിട്ട് മാറി. അപ്പം ദ്രവ്യത്തിൽ നിന്ന് മനുഷ്യൻ ആരംഭിക്കുന്ന ആഗ്രഹം അതെന്തായിട്ട് രൂപപ്പെടുന്നു? മരണമായി രൂപപ്പെടുന്നു. എന്നാൽ പൗരസ്ത്യ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തോട് നമുക്കുള്ള താല്പര്യത്തിന് പറയുന്ന പേരെന്താണ്? ഭക്തി എന്നാണ്. ദൈവത്തോട് നമുക്ക് തോന്നുന്ന ആഗ്രഹത്തിന് പറയുന്ന പേരെന്താണ്? ഭക്തി എന്നാണ്. ഭക്തി എന്തായിട്ട് മാറും? നിത്യജീവനായിട്ട് മാറും. ഭക്തി എന്തായിട്ട് മാറും? നിത്യജീവനായിട്ട് മാറും. ഈ മോഹം ജീവിതത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ സമസ്ത മേഖലകളെയാണ് ബാധിക്കുന്നത്. മോഹം ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയുമാണ് ബാധിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ആദ്യത്തെ പാപം, ഹൗവയുടെയും ആദമിന്റെയും വീഴ്ച, അതെങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തെ ബാധിച്ചത്? അത് മനസ്സിലാക്കണമെങ്കിൽ ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. മോഹം, ഞാൻ പറയും, നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ഡിസ്റ്റോർട്ടഡാക്കും, തകർക്കും. മോഹം കുടുംബ ജീവിതങ്ങളെ ഡിസ്റ്റോർട്ടഡാക്കും. അതിന്റെ കാരണം എന്താ? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിൽ അപ്പൻ, അമ്മ, 2 പെൺമക്കൾ. അപ്പൻ ഡോക്ടർ, അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥ, മകൾ ഡോക്ടർ, മകൻ ഒരു മകൾ CA ഫൈനൽ ചെയ്തു. ഒരു ദിവസം ഇവർ താമസിക്കുന്ന വീട് തുറക്കുന്നില്ല. അന്വേഷിച്ചെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി 4 പേരടങ്ങുന്ന ഈ കുടുംബം മരിച്ചു കിടക്കുകയാണ്. അകത്ത് കയറി നോക്കുമ്പോഴെന്താ? ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ട്.
അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായി വിവിധ ബാങ്കുകളിൽ നിന്ന് 32-ലേറെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ സമ്പാദിച്ച് മാക്സിമം പണമെടുത്ത് ദൂർത്തടിച്ച് ചെലവഴിച്ചതിന്റെ ഭാഗമായി കടബാധ്യതകൾ നേരിടുവാൻ കഴിയാതെ ഒരു വലിയ സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ള കുടുംബം മരണത്തെ നേരിടുന്ന അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? മോഹം അവരെ, ആ കുടുംബത്തെ സന്നിവേശിച്ചപ്പോൾ അത് അപകടത്തിലേക്കാണ് ചെന്നുപെട്ടത്. അത് അപകടകരമാണ്. അപ്പൊ മോഹം കുടുംബത്തെ ബാധിക്കുന്നു, കുടുംബജീവിതത്തെ ബാധിക്കുന്നു. 2, മോഹം ഞാൻ പറയും പ്രകൃതിയെ ബാധിക്കുന്നുണ്ട്. പ്രകൃതിയെ, പ്രത്യേകിച്ച് ഇക്കോത്തിയോളജിയുടെ ഒരു കാലമാണല്ലോ അല്ലെ. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ പൗരസ്ത്യ ആധ്യാത്മികതയുടെ അടിസ്ഥാനമാണ്, പ്രകൃതിയുടെ സന്തുലനാവസ്ഥ. പക്ഷെ മോഹം ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ തകർക്കുന്നതാണ്. അതെങ്ങനെയാ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാല് നമുക്കറിയാം 1950-55 കാലയളവിൽ ഭാരതത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഭയങ്കര ഭക്ഷ്യക്ഷാമമായിരുന്നു അല്ലേ. അന്ന് സമയത്ത് ഭക്ഷണം കിട്ടാത്തൊരു കാലമായിരുന്നു. അരിയാഹാരങ്ങളൊക്കെ കുറവായിരുന്നു. പഴയ തലമുറയോട് ചോദിച്ചത് മനസ്സിലാകും. അന്ന് നമുക്കറിയാം ഈ ഭക്ഷ്യക്ഷാമം മുതലെടുത്ത് വിദേശത്ത് നിന്ന് പാൽപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് മലങ്കര സഭയെ ഊറ്റിയെടുത്ത് വളർന്ന ഒരു സംവിധാനവും അന്ന് കേരളത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ അന്ന് ഇത്രയും ഭക്ഷ്യക്ഷാമം രൂക്ഷമായ സമയത്ത് അന്ന് ചെയ്തതെന്നറിയാമോ? അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഈ ക്ഷാമം പരിഹരിക്കാനായിട്ട് ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതി ഭക്ഷ്യശാസ്ത്രജ്ഞന്മാരുടെ സമിതിയായിരുന്നു. അവരെല്ലാം ഇവിടെ പറഞ്ഞു ഇത് പരിഹരിക്കണം. അതിനവരൊരു പേര് കൊടുത്തു, ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. അവിടെ എന്താ അവർ തീരുമാനിച്ചതെന്നറിയാമോ? ഭാരതത്തിന്റെ മണ്ണിൽ രാസവളവും യന്ത്രങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ട് ഫലം വിളയിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട. എന്തായാലും ഫലകണ്ടുകൾ ഈ കൃഷി ആരംഭിച്ചു. ധാരാളം വിളവ് കിട്ടി. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗണൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് നിങ്ങളുടെ മണ്ണിൽ വിത്തെറിഞ്ഞാൽ നിങ്ങളുടെ മണ്ണ് പഴയതുപോലെ ഫലം തരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഭക്ഷ്യക്ഷാമത്തിന്റെ പേരിലാണെങ്കിൽ പോലും ആത്മീയമായ സാന്നിധ്യം കൃഷിപരമായ കാര്യങ്ങളിൽ നഷ്ടപ്പെട്ടപ്പോൾ ഈ ഭൂമി എന്തായിട്ട് മാറി? ഊഷര ഭൂമിയായിട്ട് മാറി. പ്രകൃതിയെ തകർക്കുന്നതാണ് മോഹം എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയെ തകർക്കുന്ന മോഹം, കുടുംബത്തെ തകർക്കുന്ന മോഹം. ഇനി നമ്മുടെ ശരീരത്തെ ഡിസ്റ്റോർട്ടഡ് ആക്കുന്നുണ്ട്. ആ ലോകാരോഗ്യ സംഘടന പറയുന്നു ഇന്നത്തെ മനുഷ്യന്റെ ഭക്ഷണശീലമാണ് 60% ആരോഗ്യത്തെ തകർക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത്. ഭക്ഷണത്തോടുള്ള അമിതമായ മോഹം. ഒന്നാലോചിച്ച് നോക്കിക്കേ, ഒരു സന്ധ്യ ആയി കഴിഞ്ഞാല് നിങ്ങൾ NH-47 വഴിയോ MC റോഡ് വഴിയോ ഒന്ന് യാത്ര ചെയ്ത് നമ്മുടെ ഈ 2 നാഷണൽ ഹൈവേകളുടെയും അപ്പുറത്തും ഇപ്പുറത്തും എത്ര തട്ടുകടകളാ ഓരോ ദിവസം മുതൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കുഴച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ അളവെടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ടൺ വരും. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ഇത്തരം ശീലങ്ങളിലൂടെ പ്രവേശിച്ച് അവന്റെ ശരീരത്തെ ഡിസ്റ്റോർട്ടഡ് ആക്കുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4ാമത് മോഹം നമ്മുടെ തലമുറകളെ, ജനറേഷനെ ഡിസ്റ്റോർട്ടഡ് ആക്കുന്നുണ്ട്, തലമുറകളെ നശിപ്പിക്കുന്നുണ്ട്. അക്കാര്യം പ്രത്യേകമായി നമ്മൾ ഓർത്തിരിക്കണം. കാരണം സ്മാർട്ട് ഫാമിലി എന്ന് പറയുന്ന മാഗസിൻ ഈ അടുത്ത സമയത്ത് പ്രസിദ്ധീകരിച്ച ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരാം. മൈഥിലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. 10th ഫുൾ A+ വാങ്ങിച്ച് പാസ്സായി കഴിഞ്ഞപ്പോൾ വിദേശത്തുള്ള അവളുടെ അപ്പൻ പറഞ്ഞു, ഞാന് നിങ്ങൾക്ക് നിനക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരാം. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കും. പക്ഷെ തേളിനെ ചോദിച്ചാൽ എന്താ കൊടുക്കുന്നത്? അല്ലെ പാമ്പിനെ ചോദിച്ചാൽ എന്താ കൊടുക്കുന്നത്? ഇവിടെ കൊച്ചിന്റെ ആഗ്രഹം അതായിരുന്നു. അതനുസരിച്ച് അപ്പനത് വാങ്ങിച്ചു കൊടുത്തു. പട്ടണത്തിലുള്ള ഒരു ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കി അപ്പനും അമ്മയും പോരുന്നു. ഇതുവഴി ആ കുഞ്ഞ് പുതിയ പുതിയ ബന്ധങ്ങളിൽ അകപ്പെട്ടിട്ട് അവസാനം +2ന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു വിഷയം പോലും പാസ്സാകാതെ പരാജയപ്പെട്ടു വരുന്ന ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞെത്തി. മാനസിക നില തകർന്നു, വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ചെന്നു. ഇന്ന് ആ കുട്ടി ഒരു മരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കണം,
കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന, തലമുറകളിൽ ഉണ്ടാകുന്ന തീവ്രമായ മോഹം അവരുടെ അവസ്ഥകളെ വല്ലാതെ ഗ്രസിക്കുന്നതാണ്, അഥവാ അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു. അപ്പൊ നോക്കുക, മോഹം എന്ന് പറയുന്ന വാക്കിന് 2 അക്ഷരേ ഉള്ളൂ. പക്ഷെ ഇതെങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്? ഒന്ന്, അത് കുടുംബജീവിതത്തിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നുണ്ട്. ആദമിന്റെ ഹവ്വയുടെ കുടുംബത്തേക്ക് നോക്കിക്കേ. മോഹം ഹവ്വായുടെ ജീവിതത്തിൽ വന്നപ്പോൾ ആ ആദ്യത്തെ കുടുംബം തകരുന്നു. 2, ഏദൻ തോട്ടത്തിലെ മോഹം ഒരു വലിയ സന്നിവേശമായിട്ട് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്ന മാറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രകൃതി അലങ്കോലപ്പെടുകയാണ്. അല്ലെ, ഭൂമിയെ ശപിക്കുന്നുണ്ട്. പുരുഷ, നീ അധ്വാനിച്ചല്ലാതെ ഭൂമി നിനക്ക് ഫലം തരുത്തില്ല. പാമ്പിനെ ശപിക്കുന്നു. പ്രകൃതി ശപിക്കപ്പെട്ട അവസ്ഥയിലേക്കാകുന്നു. അവിടെ പ്രകൃതി തകർക്കപ്പെടുന്നു. 3, അവരുടെ ശരീരം രോഗഗ്രസ്തമായി മാറുകയാണ്. മോഹത്തിലൂടെ ശരീരം രോഗത്തിലേക്ക് കടക്കുകയാണ്. 4, ഏദൻ തോട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ്? അതായത് തലമുറകൾ കയ്യിലും ഹാവേലും അതായത് ഏറ്റുമുട്ടുന്ന ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ഒന്നാമത്തെ കുടുംബത്തെ മോഹം ഏതെല്ലാം രീതിയിൽ ബാധിച്ചോ അതിന്റെ പുതിയ രൂപങ്ങളും പുതിയ ഭാവങ്ങളും ഇന്നത്തെ ലോകത്തെ സമഗ്രമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മോഹം സൂക്ഷിക്കപ്പെടേണ്ടതാണ്. മോഹം നിയന്ത്രിക്കപ്പെടണം. എങ്ങനെയാ മോഹത്തെ നിയന്ത്രിക്കുന്നത്? പിതാക്കന്മാര് നമ്മുടെ ആധ്യാത്മികതയിൽ പഠിപ്പിക്കുന്നുണ്ട്. ആധ്യാത്മികതയിൽ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് മോഹത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന്. ആഗ്രഹങ്ങളെ ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേരാണ് നോമ്പെന്ന് പറയുന്നത്. ആഗ്രഹങ്ങളെ ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് നോമ്പെന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുടെ കുതിച്ചുചാട്ടമാണ്, കുത്തൊഴുക്ക നടക്കുന്നത്. ഈ കുത്തൊഴുക്ക് നടക്കുന്ന ആഗ്രഹങ്ങൾക്ക് നടുവിലാണ് കച്ചവട സംസ്കാരം രൂപപ്പെട്ടു വരുന്നത്. ഈ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മൾ വല്ലാതെ ഉലഞ്ഞു നടക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു മോചനം വേണമെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിന്റെ സമഗ്രമായ രക്ഷ വേണമെങ്കിൽ നീ ഏത് വേണം? നോമ്പ് നിന്റെ ജീവിതത്തിന്റെ അനിവാര്യതയായിട്ട് മാറണം. വിശുദ്ധനായ പരിമലത്തിരുമേനി നമ്മളെ പഠിപ്പിച്ചതാ. ജീവിതത്തെ നോമ്പ് കൊണ്ട് അലങ്കരിച്ച പുണ്യപുരുഷനാണ് ആര്? വിശുദ്ധനായ പരിമലത്തിരുമേനി. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വേണം. അതുകൊണ്ട് നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ, നമ്മുടെ പ്രകൃതി തകരാതിരിക്കാൻ, നമ്മുടെ ശരീരം തകരാതിരിക്കാൻ, നമ്മുടെ തലമുറകൾ തകരാതിരിക്കാൻ നമ്മൾ എന്ത് വേണം? നോമ്പ് ഒരു അനിവാര്യ ഘടകമാണ്. അതുകൊണ്ടാണ് നോമ്പിന് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യാഖ്യാനമാണ് ആഗ്രഹങ്ങളെ ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് നോമ്പെന്ന് പറയുന്നത്. ആഗ്രഹങ്ങളെ ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, വിശുദ്ധനായ പൗലോസ് പറയുകയാണ്, നിന്റെ ജീവിതം നാശത്തിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള യാത്രയായി മാറണമെങ്കിൽ ദ്രവ്യങ്ങൾ, അഴിഞ്ഞു പോകുന്ന ദ്രവ്യത്തിൽ നിന്ന് അഴിഞ്ഞു പോകാത്ത ദൈവത്തിലേക്കുള്ള ഭക്തിയായി അത് രൂപപ്പെട്ടു വരണം. നിന്റെ ഉള്ളിലെ മോഹം നിയന്ത്രിക്കപ്പെടണം. അത് നിയന്ത്രിക്കാനുള്ള മാർഗമാണ് നോമ്പെന്ന് പറയുന്നത്. ആ പൗരസ്ത്യ ആധ്യാത്മികത മുൻപോട്ട് വെക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുമ്പോൾ ഒരു പുതിയ അനുഭവം നമ്മളിൽ രൂപപ്പെട്ടു വരും. 2, ഇരുട്ടിനെ പറ്റിയും പ്രകാശത്തെ പറ്റിയുമാണ് പറയുന്നത്. ജീവിതമെന്നാൽ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. നോക്കിക്കേ, പൗരസ്ത്യ ആധ്യാത്മികത അഥവാ ക്രൈസ്തവ സമൂഹം എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൗരസ്ത്യ പറയുന്നുണ്ട്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 43-ാം വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 43-ാം വാക്യം ഇവിടെ പറയുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. എന്തുകൊണ്ടാ? എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ പറയും, ഇരുട്ടിന്റെ പ്രോഡക്റ്റ് ആണ് അപമാനം, വെളിച്ചത്തിന്റെ ഉൽപ്പന്നമാണ് അഭിമാനം. ഇരുട്ടിന്റെ പ്രോഡക്റ്റ് ആണ് എന്ത്? അപമാനം. വെളിച്ചത്തിന്റെ പ്രോഡക്റ്റ് എന്താണ്? അഭിമാനം. അപ്പൊ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അപമാനത്തിൽ നിന്ന് അഭിമാനത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ മാമോദീസയിലൂടെ നമ്മൾ ഇരുട്ടിന്റെ മക്കളായ നമ്മൾ എന്തായി മാറുകയാണ്? വെളിച്ചത്തിന്റെ മക്കളായി മാറുകയാണ്. ഇരുട്ടിന്റെ മക്കളായ നമ്മൾ എന്തായി മാറുന്നു? വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ
അപമാനത്തിൽ നിന്ന് അഭിമാനത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ് വിശുദ്ധ മാമോദീസയിലൂടെ നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ ഉച്ചാടനം ചെയ്ത് അഥവാ നീക്കം ചെയ്ത് പ്രകാശത്തിന്റെ മക്കളായി, പ്രകാശത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി രൂപപ്പെടുന്ന ദിവ്യമായ ശുശ്രൂഷയാണ് ഏതെന്നറിയപ്പെടുന്നത് വിശുദ്ധ മാമോദീസ. അതുകൊണ്ട് മാമോദീസയുടെ അനുഭവം മാമോദീസ തൊട്ടിയിൽ വെച്ച് അവസാനിക്കേണ്ട ഒന്നല്ല. നമ്മുടെ ജീവൻ അവസാനിക്കുന്നിടത്തോളം നീണ്ടുപോകുന്ന ഒരു തീർത്ഥാടനമാണ് എന്നത് പറയുന്നത് മാമോദീസയുടെ അനുഭവം എന്ന് പറയുന്നത്. ഓർക്കുക, ഇരുട്ടിന്റെ സാധ്യതകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. ഈ ഇരുട്ടിന്റെ സാധ്യതകളെ അതിജീവിക്കണമെങ്കിൽ കൗദാശികമായ ജീവിതം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഭാരതീയ പാരമ്പര്യത്തിൽ ബൃഹദാരണ്യകോപനിഷത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, തമസ്സോമ്മ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ഉപനിഷത്ത് പ്രാർത്ഥനയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നുള്ളത് ഒരു ഉപനിഷത്ത് പ്രാർത്ഥനയാണ്. ഇത് നമുക്ക് വേണം. എന്താ ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ? വെളിച്ചം സൗഖ്യത്തിന്റെ അനുഭവമാണ് നൽകുന്നത്. വെളിച്ചം എന്താ നൽകുന്നത്? സൗഖ്യത്തിന്റെ അനുഭവമാണ് നൽകുന്നത്. എന്തുകൊണ്ടാണ് വെളിച്ചം സൗഖ്യത്തിന്റെ അനുഭവമാണ് നൽകുന്നത് പറയുന്നത്? ഞാൻ ഈ വെളിച്ചത്തിന്റെ സൗഖ്യപരമായ ഗുണത്തെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ജർമ്മൻ ഡോക്ടറായ ഡോക്ടർ ഹെർബർട്ട് ഷെൽട്ടൺ വെളിച്ചത്തെ പറ്റി നടത്തിയ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ അദ്ദേഹം പറയുന്നത്, അതായത് ഭാരതീയരിൽ ക്യാൻസറുകൾ, ചില പ്രത്യേകതരം ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് വെളിച്ചത്തിൽ നിന്നുള്ള മനുഷ്യന്റെ അകൽച്ചയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ബ്രസ്റ്റ് ക്യാൻസർ, യൂറിൻ ബ്ലാഡർ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഈ 3 തരം ക്യാൻസറുകൾ ഇന്ന് മറ്റെല്ലാ കാലത്തെക്കാളും ഭാരതത്തിൽ പ്രത്യേകിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിന് അദ്ദേഹം പറയുന്ന 8 കാരണങ്ങളിൽ 2 കാരണങ്ങൾ വെളിച്ചവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ്. ഒന്നാമത് അദ്ദേഹം പറയുന്നു, പുരാതന ഭാരതത്തിൽ ആളുകൾ കുളിക്കാനായിട്ട് പോയിരുന്നത് എവിടെയായിരുന്നു? ആറുകളുടെയും പുഴകളുടെയും തീരത്തായിരുന്നു. കാലം കുറച്ചുകൂടി പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുളി എവിടെയായി? കുളിപ്പുരയ്ക്കുള്ളിലും മറപ്പുരയ്ക്കുള്ളിലുമായി. പഴയ കാലത്തെ കുളിപ്പുരകൾക്കും മറപ്പുരകൾക്കും മേൽക്കൂര ഉണ്ടായിരുന്നോ? നിങ്ങളോ ശ്രദ്ധിച്ചു നോക്കി, ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. കാരണം എന്താ? കുളിക്കുന്നവന്റെ ശരീരത്ത് സൂര്യപ്രകാശം കിട്ടണം. പുഴയിറമ്പിൽ കുളിക്കാൻ പോകുമ്പോൾ സൂര്യപ്രകാശം ലഭിക്കും. തുറന്ന ബാത്റൂമുകളിൽ കുളിക്കുമ്പോൾ സൂര്യപ്രകാശം കിട്ടും. എന്നാൽ സൗകര്യം വീണ്ടും വർദ്ധിച്ചപ്പോൾ ഇന്ന് നമ്മൾ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. നമ്മുടെ ശരീരം, പ്രത്യേകിച്ച് ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങൾ, സൂര്യപ്രകാശവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഒന്നാമത് അദ്ദേഹം പറയുകയാണ്, ബ്രസ്റ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും യൂറിൻ ബ്ലാഡർ ക്യാൻസറും ഒക്കെ വർദ്ധിക്കുന്നതിന്റെ ഒരു കാരണം മനുഷ്യ ശരീരം പ്രകാശത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടത് കൊണ്ടാണ്, ആ സംസർഗമില്ലാതെ പോയത് കൊണ്ടാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഇതാണ്, പുരാതന ഭാരതത്തിൽ മനുഷ്യർ ധരിച്ചിരുന്നത് അയഞ്ഞ വസ്ത്രങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, ഫാഷനുകൾ മാറി മറിഞ്ഞു. ഇന്ന് വലിയ ശരീരവും ചെറിയ വസ്ത്രവും. ഇതുമൂലം ശരീരത്തിലേക്ക് സൂര്യപ്രകാശവും വായുപ്രവാഹവും തടയപ്പെട്ടു. ഇതുമൂലം മനുഷ്യ ശരീരത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുന്നത് തടയപ്പെട്ടു. ഇതൊരു അപകടകരമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഇത്തരം പ്രശ്നങ്ങളുടെ കാരണം ശരീരം വെളിച്ചത്തിൽ നിന്ന് അന്യമായി പോയതുകൊണ്ടാണ്. ശരീരം മാത്രമല്ല, ആത്മാവും വെളിച്ചത്തിൽ നിന്ന് അന്യമായി പോയി കഴിഞ്ഞാൽ രോഗഗ്രസ്തമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് രോഗാതുരമായ ഒരു സമൂഹത്തെ പറ്റിയല്ല വിശുദ്ധ മാമോദീസ സ്വപ്നം കാണുന്നത്. ആരോഗ്യമുള്ള, നന്മയുള്ള, സൽപ്രവർത്തിയുള്ള ഒരു തലമുറയെ സ്വപ്നം കാണുന്നത് കൊണ്ടുകൂടിയാണ് മാമോദീസ അത് അനുഭവമായി തീരുമ്പോൾ അത് പ്രകാശത്തിന്റെ കൂദാശയായി നന്മയുടെ അനുഭവമായിട്ട് മാറുന്നത്. മാത്രമല്ല, വെളിച്ചമുള്ളിടത്തെ കാഴ്ചയുള്ളൂ, വെളിച്ചമില്ലാത്തടത്ത് എന്തില്ല? കാഴ്ചയില്ല. വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ ഇരുട്ടത്ത് കാഴ്ചയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ വെളിച്ചമുണ്ടെങ്കിൽ എന്തുള്ളൂ? കാഴ്ചയുള്ളൂ. പക്ഷെ മനസ്സിൽ വെളിച്ചമുണ്ടെങ്കിലേ കാഴ്ചപ്പാടുള്ളൂ. വെളിച്ചമുണ്ടെങ്കിലേ കാഴ്ചയുള്ളൂ. പക്ഷെ മനസ്സിൽ വെളിച്ചമുണ്ടെങ്കിലേ എന്തുള്ളൂ?
കാഴ്ചപ്പാടുള്ളൂ. മനസ്സിൽ വെളിച്ചം വേണം, എന്ത് വേണമെങ്കിൽ കാഴ്ചപ്പാട്. അതെന്താ? കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്താ? കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് കാക്കയാണോ ഇഷ്ടം, കുയിലിനെയാണോ? ആത്മാർത്ഥമായിട്ടൊന്ന് മറുപടി പറഞ്ഞു. ആരെ ഇഷ്ടം? കാക്കയാണോ കുയിലിനാണോ ഇഷ്ടം? കുയിലിനെയാണ് അല്ലേ? കുയില് നല്ലോണം എന്ത് ചെയ്യും? പാട്ട് പാടും. നമുക്ക് കാക്ക ഇഷ്ടമല്ല. കാക്കയുടെ നിറം ഇഷ്ടമാണോ? ആണോ? പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ കുഞ്ഞിന് ആരുടെ നിറം കൊടുക്കല്ലേ എന്ന്. കാക്കയുടെ നിറം കൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും അല്ലേ? കാക്കയുടെ നിറം നമുക്ക് ഇഷ്ടമല്ല. കാക്കയുടെ പാട്ട് നമുക്ക് ഇഷ്ടമാണോ? ആണോ? നേരം പുലരുമ്പോ കാക്ക വന്ന് കരയാൻ തുടങ്ങുമ്പം അകത്തുനിന്ന് വീട്ടമ്മ വന്ന് ഓടിച്ചു കളയും. എന്താ? വെറുതെ കരഞ്ഞ് വിരുന്നുകാരെ കൊണ്ടുവരുന്നു. അതിഥി ദേവോഭവ എന്നാ പറയുന്നേ. ഒരു ദേവനെ ഇങ്ങോട്ട് വരുത്തില്ലേ എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നേ. കാക്ക ഓടിക്കും. കാക്ക വിചാരിക്കും, എൻ്റെ പാട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണ് അമ്മ എന്നെ ഓടിച്ചത്, അതുകൊണ്ട് ചാൻഡ് മാറ്റി ഒന്ന് പാടാം എന്ന് ചിന്തിക്കും. വീണ്ടും കാക്ക പാടും. അയ്യോ, കാക്ക വല്ലാതെ കരയുന്നു, ആപത്ത് വരാനുള്ള സാധ്യത കാക്കയുള്ളൂ. അപ്പൊ കാക്കയുടെ പാട്ട് ഇഷ്ടമല്ല, കാക്കയുടെ നിറം ഇഷ്ടമല്ല, കാക്കയെ ഇഷ്ടമല്ല. നമുക്കിഷ്ടം ആരെയാണ്? കുയിലിനെയാണ്. നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നേരം പുലരുന്നതിന് മുമ്പ് നമ്മുടെ വീടിന്റെ പരിസരത്ത് പറന്നിറങ്ങി വന്ന് ചുറ്റുവട്ടങ്ങളിലെ അഴുക്കുകളെ കൊത്തി വലിച്ചു കൊണ്ടുപോകുന്ന പ്രകൃതിയുടെ ശുദ്ധീകരണക്കാരനാണ് ആര്? കാക്ക. വെളപ്പിൽശാല മുതൽ കാസർഗോഡ് വരെ മലയാളി വൃത്തിയെ പറ്റി പ്രഘോഷിക്കുമ്പോഴും സ്വന്തം അഴുക്കുകൾ അയലത്തുകാരന്റെ പുരയിടത്തിൽ വലിച്ചെറിഞ്ഞ് ശുദ്ധിയെ പറ്റി ആദർശ പ്രസംഗം നടത്തുന്നവരാണ് ആര്? മലയാളികൾ. ആ സമൂഹത്തിന്റെ നടുവിലാണ് പ്രകൃതിയുടെ അഴുക്കുകളെ കൊത്തി വലിച്ചു കൊണ്ടുപോകുന്ന പ്രകൃതിയുടെ ശുദ്ധീകരണക്കാരനാണ് ആര്? കാക്ക. രണ്ട്, നമുക്കറിയാം, വഴിയരികിൽ ഏതെങ്കിലും ഒരു കാക്ക പരിക്കേറ്റ് കിടന്നാൽ അതുവഴി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? എന്തുകൊണ്ടാ? വഴിയരികിൽ പരിക്കേറ്റ് കിടക്കുന്ന കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നല്ല ശമരിയാക്കാരനാണ് ആര്? കാക്ക. ഒരുത്തൻ പരിക്കേറ്റ് കിടന്നാൽ കണ്ണുവടച്ച് കൈയും വീശി നടന്നു നീങ്ങുന്ന ലോകത്തിന്റെ നടുവിൽ സാന്ത്വനത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നവനാണ് ആര്? കാക്ക എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു വിരുന്നു വീട്ടിൽ ഒരു കാക്ക വന്നു പെട്ടാൽ മതി, അതിന്റെ പുറകിൽ എന്തു വരും? 1000 കാക്കകൾ വന്നു വരും. കാരണം എന്താ? ഒരു നല്ല വിരുന്ന് കിട്ടിയാൽ അത് പങ്കുവെക്കുന്നതാണ് ആര്? കാക്ക എന്നറിയപ്പെടുന്നത്. ഒരു നല്ല വിരുന്ന് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ നല്ല അഗാപ്പേക്കാരനാണ്, നല്ല ഷെയർ ചെയ്യുന്നവനാണ് ആര്? കാക്ക. നോക്കിക്കേ, പ്രകൃതിയുടെ ശുദ്ധീകരണക്കാരൻ, നല്ല ശമരിയാക്കാരൻ, നല്ല പങ്കുവെക്കലുകാരൻ. ഇത്രയൊക്കെ ആണെങ്കിലും കാക്കയുടെ കൂട്ടിൽ മുട്ടയിട്ട് പാട്ടും പാട്ടി നടക്കുന്ന കുയിലിനെയാണോ ഇഷ്ടം, കാക്കയാണോ? ഞാനിപ്പ കാക്കയെ മതിയെന്ന് ഇതാ പറഞ്ഞ്. കാഴ്ചയുണ്ടെങ്കിൽ കുയിലിനെ കാണാം, കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആരെ കാണാൻ പറ്റും? കാക്കയെ കാണാൻ പറ്റും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെ നന്മകൾ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഉള്ളിൽ എന്തു വേണം? വെളിച്ചം വേണം. അപ്പൊ വിശുദ്ധ മാമോദീസയുടെ അനുഭവം നമ്മളിൽ നിറയുമ്പോഴാണ് സമൂഹത്തിന്റെ നന്മകളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത്. അതാണ് കൗദാശികപരമായ മഹത്വം എന്നറിയപ്പെടുന്നത്. അതാണ് വിശുദ്ധ മാമോദീസയിലൂടെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട വെളിച്ചം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ കാക്കയുടെ ഉള്ളിലെ വെളുത്ത ഹൃദയത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമൂഹത്തിന്റെ നന്മകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സമൂഹത്തിന്റെ വളർച്ച കണ്ടെത്തുവാൻ സാധിക്കും. ഇതിന് തക്കവണ്ണം നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി തീരേണ്ടത് അനിവാര്യതയാണ്. അതൊരു നന്മയാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. മാത്രമല്ല, ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിലേ നമ്മൾ മറ്റുള്ളവരെ മാനിക്കത്തുള്ളൂ. മാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ബഹുമാനിക്കത്തുള്ളൂ. മലയാളിയുടെ ഭാഷാപരമായ പ്രത്യേകത ഓർത്തു പോകുന്നു. ലോകത്തിൽ ഏറ്റവും അധികം ബഹുമാന പദമുള്ള ഭാഷ ഏത് ഭാഷയെന്നറിയാമോ? ലോകത്തിൽ ഏറ്റവും ബഹുമാന പദമുള്ള ഭാഷ ഏതാ? ഏത് ഭാഷ? മലയാളമൊന്നുമല്ല, ഉറുദു ഭാഷയാണ്. ഏത് ഭാഷയാണ്? ഉറുദു ഭാഷ. ലോകത്തിൽ ഏറ്റവും ബഹുമാന പദം കുറവുള്ള ഭാഷ ഏതാണെന്നറിയോ? ഏത് ഭാഷ?
നമ്മുടെ ഭാഷയാണ്. അതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെ നിറവ് നിറഞ്ഞു നിൽക്കുന്ന ഭാഷ ഏതാണെന്നറിയോ? ഏത് ഭാഷയാണ്? ഫ്രഞ്ച് ഭാഷയാണ്. അതുകൊണ്ടാ വാലന്റൈൻസ് ഡേയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷ ഏതാ? ഫ്രഞ്ചാണ്. ഇനി ഭരണം നടത്താൻ പറ്റിയ ഭാഷ ഏതാ? അഡ്മിനിസ്ട്രേഷൻ നടത്താൻ പറ്റിയ ഭാഷ ഏതാ? ഏതാ? ഇംഗ്ലീഷ് ഭാഷയാണ്. കാരണം എന്താ? ലോകം മുഴുവൻ അടക്കി ഭരിച്ച ആ ഭാഷയ്ക്ക് ഭരണപരമായ ഒരു സൗന്ദര്യമുണ്ട്. ഇനി ലോകത്തിൽ ഏറ്റവും കുറവ് ചീത്ത വാക്കുകളുള്ള ഭാഷയാണെന്നറിയോ? ഏത് ഭാഷയാണെന്നറിയോ? നമ്മുടെ സ്വന്തം ഭാഷ. ഏത് ഭാഷയാണ്? മലയാളം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ഞങ്ങൾക്കാരെ മാനിക്കാനും വയ്യ, ഞങ്ങൾക്കാരെ ചീത്ത വിളിക്കാനും വയ്യ, സ്വന്തം കാര്യം സിന്താവ. മലയാളിയുടെ സ്വാർത്ഥപരമായ സ്വഭാവത്തിന്റെ പരിച്ഛേദമാണ് അവന്റെ ഭാഷ. പക്ഷെ എന്തു തന്നെ ആയാലും മനസ്സിൽ വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യും? മാനിക്കും. ഓർക്കുക, മാമോദീസായിലൂടെ രൂപപ്പെടുന്ന കൗദാശിക ഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യും? ബഹുമാനിക്കുന്നവരാകും, മറ്റുള്ളവരെ കരുതുന്നവരാകും. എങ്കിൽ എപ്പോഴാണ് ജീവിതം ഇരുട്ടായി മാറുന്നത്? എപ്പോഴാ? യേശു നമ്മുടെ ഉള്ളിൽ മരിക്കുമ്പോഴാണ് ജീവിതം എന്തായി മാറുന്നത്? ഇരുട്ടായി മാറുന്നത്. കാരണം എന്താ? കാൽവറിയിൽ ക്രിസ്തു കിടക്കുമ്പോൾ ലോകം എപ്പോഴാണ് ഇരുട്ടായത്? യേശു മരിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടു. ക്രിസ്തു മരിച്ചപ്പോൾ ലോകം ഇരുണ്ടു. ഓർക്കുക, ഈശ്വരാംശം, ദൈവാംശം നമ്മളിൽ നഷ്ടമാകുമ്പോൾ നമ്മുടെ ജീവിതം എന്തായി മാറും? ഇരുട്ടുള്ളതായി മാറും. അതുകൊണ്ടാ സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്കുള്ള മാറ്റം മാമോദീസയിലൂടെ ആഘോഷിക്കപ്പെടുന്നതിന്റെ കാരണം അതാണ്. നമ്മുടെ ഉള്ളിലെ ദൈവാംശം നഷ്ടപ്പെടുന്നിടത്താണ് എന്ത് വളരുന്നത്? ഇരുട്ടുണ്ടാകുന്നത്. ദൈവം എവിടെ ഇല്ലാതാകുന്നു, ദൈവ ചിന്ത എവിടെ ഇല്ലാതാകുന്നു, ദൈവ വിചാരം എവിടെ ഇല്ലാതാകുന്നു, അവിടെ എന്ത് ബാധിക്കും? ഇരുട്ട് ബാധിക്കും. ഇരുട്ട് ബാധിച്ചെടുത്ത് നല്ല വിചാരമുണ്ടോ? നല്ല ചിന്തയുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നല്ല സംസാരമുണ്ടോ? അത് പഴയ തലമുറയുടെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം, അല്ലേ? പഴയ തലമുറയുടേത്. അതായത് ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നല്ല വേനൽ കിട്ടുമ്പോൾ കർഷകരായ പഴയ പിതാക്കന്മാർ പറയും, ഇക്കൊല്ലം വിളവിന് പറ്റിയ നല്ല വെയിൽ കിട്ടി. പക്ഷെ ഇന്ന് 10 ദിവസം ചൂടാകുമ്പോൾ നമ്മൾ എന്ത് പറയും? അയ്യോ, നശിച്ച ചൂട്. ഒരു ജൂൺ മാസത്തിൽ ഒരു 10 ദിവസം നല്ല മഴ കിട്ടുമ്പോൾ കർഷകർ പറയും, ഇക്കൊല്ലം വിളവിന് പറ്റിയ നല്ല മഴ കിട്ടി. നമ്മളെന്താ എന്ന് പറയുന്നത്? 10 ദിവസം മഴ പെയ്യുമ്പോൾ നമ്മളെന്ത് പറയും? അയ്യോ, മുടിഞ്ഞ മഴ. പഴയ കാലത്ത് ഒരമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് പനി വന്ന് ചുട്ടുകൊള്ളുമ്പോൾ അമ്മ സ്നേഹപൂർവ്വം നെറ്റിയിലേക്ക് കൈവച്ച് നോക്കിയിട്ട് പറയും, കുഞ്ഞിന് നല്ല നല്ല പനിയാണെന്നാ പറയുന്നേ, അല്ലേ? ഇന്ന് നമ്മൾ എന്താ പറയുന്നേ? അയ്യോ, നശിച്ച പനിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളെ പോലും നമ്മുടെ പൂർവികർ നേരിട്ടത് നല്ല വാക്കുകൾ കൊണ്ടാണ്. പ്രതിസന്ധികളെ പോലും നമ്മുടെ പൂർവികർ നേരിട്ടത് നല്ല വാക്കുകൾ കൊണ്ടാണ്. ഇന്ന് നമ്മുടെ നാവിൽ നിന്ന് നല്ല വാക്ക് നഷ്ടപ്പെടുന്നു, നമ്മുടെ ചിന്തയിൽ നിന്ന് നല്ല ചിന്ത നഷ്ടപ്പെടുന്നു, നമ്മുടെ കൈകളിൽ നിന്ന് നല്ല പ്രവൃത്തി ചോർന്നു പോകുന്നു, നമ്മുടെ കാലുകളിൽ നല്ല നടപ്പില്ലാതെ പോകുന്നു. കാരണം എന്താ? വിശുദ്ധ മാമോദീസായുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോഴാണ് നമ്മൾ നല്ല ചിന്തകളിൽ നിന്ന് അന്യരായി പോകുന്നത്. വിശുദ്ധ മാമോദീസായുടെ അനുഭവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമ്മൾ ആരായി പോകുന്നത്? നല്ല ചിന്തകൾക്ക് അന്യരായി പോകുന്നത്. അതുകൊണ്ട് ഓർക്കുക, വെളിച്ചമുള്ളിൽ പ്രകാശിക്കപ്പെടണം. നമുക്ക് വെളിച്ചം കിട്ടിയിട്ടുണ്ടോ? വെളിച്ചം കിട്ടിയിട്ടുണ്ടോ? ദൈവാത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലേ? ദൈവാത്മാവിനെ എങ്ങനെ കിട്ടിയത്? എങ്ങനെ കിട്ടിയത്? വിശുദ്ധ മാമോദീസയിലൂടെയാണ് കിട്ടിയത്. മാമോദീസ എന്ന് പറഞ്ഞ പദം, അത് ഗ്രീക്ക് വാക്ക് എന്താണ്? ബാപ്റ്റിക്സോ. ബാപ്റ്റിക്സോ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? മുങ്ങുക, തളിക്കുക, സ്പ്രിങ്കിൾ ചെയ്യുക എന്നാണ് മാമോദീസ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. അപ്പോൾ ഈ മാമോദീസയിലൂടെ നമുക്ക് എന്തിനെ കിട്ടിയിട്ടുണ്ട്? ആത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്? വിശുദ്ധ വേദപുസ്തകത്തിൽ ആത്മാവിന്റെ പ്രവർത്തനം വ്യത്യസ്ത തലത്തിൽ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ്
അപ്പൊ വെള്ളത്തിലൂടെ പ്രവർത്തിക്കുന്ന ആത്മാവിനെ കാണുവാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. രണ്ടാമത് നമുക്കറിയാം, ശമൂവേൽ ദാവീദിനെയും ശൗലിനെയൊക്കെ വാഴിക്കാൻ എങ്ങനെ പോകുന്നത്? കൊമ്പിൽ തൈലവുമായിട്ടാണ് പോകുന്നത്. തൈലത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധ മാമോദീസ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും റൂഹ എന്ന് പറഞ്ഞ പദം, എബ്രായ പദം റൂവ, RUVAH, റൂവ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താണ്? കാറ്റ്, വിൻഡ് എന്നാണ്. നമുക്കറിയാം, മാമോദീസ മുങ്ങുന്ന കുഞ്ഞിന്റെ ആരൂതും പട്ടക്കാരൻ ഈ ശുശ്രൂഷയിൽ ഊതും. അപ്പൊ കാറ്റിന്റെ രൂപത്തിൽ, വിശുദ്ധ മൂറം പുരട്ടുമ്പോൾ തൈലത്തിന്റെ രൂപത്തിൽ എന്നു വേണ്ട, വെള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം. ഇനി പെന്തിക്കോസ്ത് ദിവസത്തിൽ ശിഷ്യന്മാർക്ക് ആത്മാവിനെ കിട്ടിയ എങ്ങനെയാണ്? അഗ്നിനാവിന്റെ രൂപത്തിലാണ്. വിശുദ്ധ മാമോദിസയോടനുബന്ധിച്ച് സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പാവപരിഹാരത്തിന്റെ തീക്കട്ട ഈ കുഞ്ഞിന്റെ നാവിൽ ഇറ്റിച്ചു കൊടുക്കുമ്പോൾ ആ രീതിയിലും ആത്മാവിനെ ലഭിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ആഘോഷമാണ്, ആവാസമാണ് ഇതിലൂടെ ലഭിക്കുന്നത്, വിശുദ്ധ മാമോദിസയിലൂടെ ലഭിക്കുന്നത് എന്നുള്ളത് വിശ്വാസപരമായ സത്യമാണ്. അപ്പോൾ വിശുദ്ധ മാമോദിസയിലൂടെ നമ്മുടെ ഉള്ളിൽ ലഭിച്ച ഈ പ്രകാശത്തെ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കുണ്ട്. അതുകൊണ്ട് ജീവിതം വിശുദ്ധ മാമോദിസയിലൂടെ ലഭിച്ച ആത്മാവിനെ നിലനിർത്താനുള്ള ഒരു വലിയ പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അലക്സാണ്ട്രിയയിലെ അത്തനേഷ്യസ് പറയുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനിക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്തിനോടാണ്? അന്ധകാരത്തിന്റെ വാഴ്ചകളോടാണ്, അന്ധകാരത്തിന്റെ ശക്തികളോടാണ്. അതുകൊണ്ട് ഓർക്കുക, വിശുദ്ധനായ പൗലോസ് ലീഗ പറയുന്നു, ജീവിതമെന്നാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. മൂന്നാമത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ജീവിതമെന്നാൽ ബലഹീനതയിൽ നിന്ന് ശക്തിയിലേക്കുള്ള യാത്രയാണ്. ജീവിതമെന്നാൽ ബലഹീനതയിൽ നിന്ന് ശക്തിയിലേക്കുള്ള യാത്രയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 43-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കും. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആത്മീയതയിൽ ബലമെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയും, ദൈവം കൂടെയുള്ള അവസ്ഥയാണെന്ത്? ബലം. ദൈവം കൂടെയുള്ള അവസ്ഥയാണെന്ത്? ബലം. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാത്ത അവസ്ഥയാണ് ബലഹീനത. ദൈവം കൂടെയുള്ള അവസ്ഥയാണ് ബലം. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാത്ത അവസ്ഥയാണെന്ത്? ബലഹീനത. നമുക്കറിയാം, പയറ് വിത്ത് നടുമ്പോൾ അത് വളർന്ന് വള്ളിയായി പടർന്നു വന്നിരിക്കും. പയറു വള്ളിയുടെ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുത്തി കൊടുക്കുന്ന കമ്പാണ് പയറുവള്ളിയുടെ ബലമെന്ന് പറയുന്നത്, അല്ലേ? നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മത്തവള്ളി പടർന്നിറങ്ങും. കവിയുടെ ഭാഷ പറഞ്ഞ മത്തവള്ളി പെറ്റിറക്കുന്ന തടിമാടന്മാരായ കുഞ്ഞുങ്ങളെ എടുത്ത് താരാട്ട് പാടാനുള്ള ശേഷി മത്തവള്ളിക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ മത്തവള്ളിക്ക് വേണ്ടി ഈ തടിമാടന്മാരായ മത്തങ്ങകളെ എടുക്കുന്ന ആരാ എടുക്കുന്നേ? ഭൂമിയാണ് വഹിക്കുന്നത്, അല്ലേ? തടിമാടന്മാരായ മത്തങ്ങകളെ മത്തവള്ളിക്ക് വേണ്ടി എടുക്കുന്ന ആരാണ്? ഭൂമിയാണ്. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിന്റെ ഭാരങ്ങളെ നമുക്ക് എടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് ജീവിതത്തിന്റെ ഭാരങ്ങളെ താങ്ങുവാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം കൂടെയുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബലം. ദൈവം കൂടെയുള്ളവനാണ് ബലവാൻ. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാത്തതാണ് എന്തെന്ന് പറയുന്നത് ബലഹീനത എന്നറിയപ്പെടുന്നത്. ഓർക്കുക, ബലം, ബലവാൻ, ബലഹീനത. ദൈവം കൂടെയുള്ളവൻ ബലവാൻ, ദൈവം കൂടെയുള്ള അവസ്ഥ ബലം. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാത്ത അവസ്ഥ ബലഹീനത. എന്തുകൊണ്ടാണ് ബലഹീനത എന്ന് പറയുന്നത്? യേശുവും ശിഷ്യന്മാരും പടകിൽ അക്കരയ്ക്ക് പോവുക. പടക് ആടി ഉലഞ്ഞു, കാറ്റടിച്ചു, തിരകൾ കയറി, പടക് മുങ്ങാൻ പോവുക. ശിഷ്യന്മാര് കരയുക, അവർ ബലഹീനരാകുകയാണ്. പക്ഷേ പടകിന്റെ അമരത്തുള്ള യേശുവിനെ അവർ
കണ്ടെത്തുമ്പോഴാണ് അവരെങ്ങനെയുള്ളവരായി മാറുന്നത്? ബലമുള്ളവരായി മാറുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇതുപോലെ, ജീവിതത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ പള്ളികളിൽ വരുന്നവരാണ്, ആരാധനയുമായി ബന്ധമുണ്ട്, കുടുംബചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ ആരെ മറന്നുപോകും? നമ്മുടെ ജീവിതത്തിനൊപ്പമുള്ള നമ്മുടെ കർത്താവിനെ മറന്നുപോകും. ഈ കർത്താവിനെ മറന്നു പോകുന്നിടത്താണ് നമ്മൾ ഇങ്ങനെ ആലില പോലെ വിറയ്ക്കുന്നവരായി തീരുന്നത്, ഭയമുള്ളവരായി തീരുന്നത്, ചഞ്ചലഹൃത്തരായി തീരുന്നത് അവിടെയാണ്. അപ്പൊ ഓർക്കുക, നമ്മോട് കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. ഈ ഒരു ബോധ്യം നമ്മളിൽ നിറയണം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതാണ് നമ്മുടെ ബലമെന്ന് അറിയപ്പെടുന്നത്. കർത്താവ് എപ്പോഴും കൂടെയുണ്ട്. ഈ ഒരു ചിന്ത, നമ്മുടെ കൂടെ എപ്പോഴും ദൈവമുണ്ടെന്ന് ചിന്ത വേണം. ഗുരു കൂടെ ഉള്ളപ്പോൾ ശിഷ്യന്മാർക്ക് പേടിക്കണം? വേണ്ട, അല്ലേ? ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അറിയാം, ആശാൻ കൂടെ ഉള്ളപ്പോൾ കാർ ഓടിക്കാൻ എന്തായിരിക്കും? ഒരു വല്ലാത്ത ധൈര്യമായിരിക്കും. നല്ല ഗുരുക്കന്മാർ ഒരു സമൂഹത്തിന്റെ ബലമാണ്, അല്ലേ? നല്ലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന് ബലമാണ്. നല്ലൊരു ഇടവക വികാരി ഇടവകയ്ക്ക് ബലമാണ്. നല്ല നേതൃത്വം കൊടുക്കുന്ന പിതാക്കന്മാര് പരിശുദ്ധ സഭയ്ക്ക് ബലമാണ്. നല്ല ഗുരുക്കന്മാർ എപ്പോഴും എന്താണ്? ബലമാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. എന്നാൽ അജ്ഞരായ ഗുരുക്കന്മാർ നമ്മളെ അന്ധതയിലേക്കും അജ്ഞാനത്തിലേക്കുമാണ് നയിക്കുന്നത്. അജ്ഞരായ ഗുരുക്കന്മാർ നമ്മളെ അജ്ഞതയിലേക്കാണ് വഴി നടത്തുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും ബലമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെയൊക്കെ ചിന്ത ബലമെന്ന് പറഞ്ഞാൽ ബാഹ്യമാണെന്ന്, അല്ലേ? 6 അടി പൊക്കവും അതിൻ്റെ വണ്ണവും മസിൽ പവറും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാരായിരിക്കുമെന്നാണ് നമ്മുടെ ചിന്ത. ബലമുള്ളവരായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ പറയും, ഇത്രയൊക്കെ ശരീരവും മസിൽ പവറും ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിന് കട്ടിയില്ലെങ്കിൽ ഒരടി വരുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഓടാൻ തുടങ്ങും. അപ്പോൾ ബലമെന്ന് പറഞ്ഞ ബാഹ്യമാണോ ആന്തരികമാണോ? ഏതാ? ബലമെന്ന് പറഞ്ഞാൽ ആന്തരികമാണ്. ബലം ബാഹ്യമല്ല. നമ്മൾ ഈ ലോകത്തെ പലപ്പോഴും അളക്കുന്ന ബാഹ്യമായ ബലം കൊണ്ടാ. ബലമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആന്തരികമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ ഉള്ളിനെ, നമ്മുടെ ആന്തരിക ശക്തിയെ, ആന്തരിക മനുഷ്യനെ ശക്തിയുള്ളതാക്കി തീർക്കണം. അതുകൊണ്ടാ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. അപ്പൊ നമുക്ക് ആത്മാവിനെ കിട്ടിയിട്ടുണ്ട്. ഈ ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കണം, അല്ലെ? ആത്മാവിന്റെ ഫലങ്ങൾ എത്രയാ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എത്രയാ? 9 എണ്ണം, അല്ലേ? ആദ്യത്തെ 3 എണ്ണം സ്നേഹം, സന്തോഷം, സമാധാനം. ഇതെന്തിനെ കുറിക്കുന്നത് അറിയാമോ? ദൈവകൃപയെ കുറിക്കുന്നതാണ്. സ്നേഹം, സന്തോഷം, സമാധാനം. കാരണം ദൈവകൃപയുണ്ടെങ്കിലേ ഇത് 3 ഉണ്ടാകത്തുള്ളൂ, ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. രണ്ടാമത്തെ 3 എണ്ണം ഏതാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. അത് 3 എന്തിനെ കുറിക്കുന്ന അറിയാവോ? മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നു, അല്ലേ? ദീർഘക്ഷമ, മനുഷ്യനും തമ്മിൽ കാണിക്കേണ്ടതാ. നമ്മൾ ദൈവത്തോട് ക്ഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ദൈവം ആരോട് ക്ഷമിക്കണ്ടേ? നമ്മളോടാണ്. പക്ഷെ മനുഷ്യനും തമ്മിൽ ദീർഘക്ഷമ കാണിക്കണം, ദയ ഉണ്ടാകണം, പരോപകാരം ഉണ്ടാകണം. മൂന്നാമത്തെ 3 എണ്ണം ഏതൊക്കെയാ? വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇത് ഒരുവന്റെ രഹസ്യ ജീവിതത്തെ കുറിക്കുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിത്വത്തിന്റെ സമഗ്രമായ വളർച്ചയാണ് ആത്മാവിന്റെ ഫലത്തിലൂടെയുള്ള വളർച്ചയെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിത്വം പൂർണ്ണമായി വളരുന്നത് ആത്മാവിൽ വളരുമ്പോഴാണ്. കാരണം എന്താ? അവനിൽ ദൈവകൃപയുണ്ട്, മനുഷ്യർ തമ്മിലുള്ള പരസ്പരമുള്ള പ്രപഞ്ചവുമായിട്ടുള്ള സഹവർത്തിത്വമുണ്ട്, അവന്റെ രഹസ്യ ജീവിതത്തിന്റെ ബലമുണ്ട്. ഇത് ശക്തിപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആന്തരിക മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ശക്തിവത്തായി തീരുന്നത്. ഉള്ളിലെ മനുഷ്യനെ നമ്മൾ എന്ത് വേണം? ശക്തീകരിക്കണം. ഉള്ളിലെ മനുഷ്യനെ എന്ത് ചെയ്യണം? ബലപ്പെടുത്തണം. അതുകൊണ്ടാ അത് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം ഞാൻ പറയാം.
ഭാര്യയും ഭർത്താവും ഉദ്യോഗസ്ഥരാണെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? 2 കൊച്ചുങ്ങളും. ഭാര്യ അടുക്കളയില് ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോകണം, മക്കൾക്ക് കൊണ്ടുപോകണം, തനിക്ക് കൊണ്ടുപോകണം, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. അവരടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഭർത്താവാണെങ്കിലോ ഭാര്യയെ പറ്റി പ്രത്യേകിച്ച് കൺസേൺ ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് എന്താ? രാവിലെ പത്രക്കാരൻ പത്രം കൊണ്ടിടുമ്പോൾ പത്രം എടുത്തുകൊണ്ട് പോയി സിറ്റ് ഔട്ടിലിരുന്ന് കാലുമേ കാലും ഒക്കെ കയറ്റി എന്ത് വായിച്ചുകൊണ്ടിരിക്കും? പത്രം വായിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ സ്ത്രീയുടെ പിറുമുറുപ്പ് ഇനി സിറ്റ് ഔട്ട് വരെ കേൾക്കാം. ഒന്ന് സഹായിക്കാൻ മനസ്സില്ലാത്ത അവസ്ഥയെ ഓർത്ത്. 2 കൊച്ചുകളാണെങ്കിൽ അതിൽ കുസൃതി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ മൂത്തവൻ അമ്മേനടുത്ത് എന്ന് ശല്യം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പൻ പറഞ്ഞു, അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് ഉയർന്നു കേട്ട ശബ്ദമാ, ദേ മനുഷ്യ ഇവനെ അങ്ങോട്ടൊന്ന് വിളിച്ചേ. അപ്പനറിയാം ഇവനെ അടുത്ത് വിളിച്ച പത്രം വായിക്കാൻ നടക്കുമോ? നടക്കത്തില്ല. അപ്പൊ എന്തായാലും അപ്പൻ ചിന്തിച്ചു, ഇവനിട്ടൊരു പണി കൊടുക്കണം. അപ്പൻ ചിന്തിച്ച് നോക്കുമ്പോ എന്താ, അദ്ദേഹം വായിക്കുന്ന പത്രം വായിക്കുന്ന ടേബിളിന്റെ പുറത്ത് ഒരു മാപ്പ് കിടപ്പുണ്ട്, ഒരു ഭൂപടം കിടപ്പുണ്ട്. ഇങ്ങോട്ട് എടുത്തു വെച്ച് ചെറുതായിട്ട് അങ്ങ് കീറി ഇട്ടു. ഇതിന് ശേഷം മോനെ വിളിച്ചു, മോനെ നീ ഇങ്ങോട്ട് വാ. അവൻ ഓടി വന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? പറഞ്ഞു, മോനെ നിന്റെ ജോഗ്രഫി ടീച്ചർ പറഞ്ഞു നീ ജോഗ്രഫി പഠിക്കാൻ മിടുക്കനാണെന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, ദാണ്ട് ഇവിടെ കീറിയിട്ടേക്കുന്ന ഈ ഭൂപടം ഉണ്ടല്ലോ, മാപ്പ് ഉണ്ടല്ലോ, ഇതെടുത്തുകൊണ്ട് പോയി ഓരോ രാജ്യവും എവിടെയാണെന്നും ഓരോ കോണ്ടിനെന്റ് എവിടെയാണെന്നും കൃത്യമായിട്ട് നിർണയിച്ച് ഒട്ടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പനറിയാം ഇവൻ 5 ദിവസം കുത്തിയിരുന്നാൽ ഇത് ഒട്ടിച്ചുകൊണ്ട് വരുമോ? ഇല്ല. എന്തായാലും ഇവൻ ഇതുമായിട്ട് അപ്പുറത്ത് പോയി. എന്തായാലും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൻ ഇത് ഭംഗിയായി കൃത്യമായി ഒട്ടിച്ചുകൊണ്ട് വരുന്നു. അപ്പന്റെ കണ്ണ് മിഴിച്ചുപോയി. കാരണം എന്താണ്? ഇവൻ ഇത്രയും മിടുക്കനാണോ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സംശയം. എന്തായാലും അവനെ അടുത്ത് വിളിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് ഒട്ടിച്ചേക്കുന്നേ. അപ്പം പറഞ്ഞു, ഞാൻ നിന്റെ ജോഗ്രഫി ടീച്ചറെ വിളിച്ച് പറയാൻ പോവുകയാണ് നീ ഈ ചെയ്ത കാര്യം. അവൻ പറഞ്ഞു, എനിക്ക് ജോഗ്രഫി ഇഷ്ടമല്ല, ജോഗ്രഫി ടീച്ചറെ ഇഷ്ടമല്ല. അപ്പൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാടാ നീ ഇത്ര വേഗം ഇത് ഭംഗിയായിട്ട് ഒട്ടിച്ചത്? ഉടനെ അവൻ ആ പടം ഒന്ന് തിരിച്ചു കാണിച്ചു. നോക്കുമ്പോ എന്താ, അമിതാഭ് ബച്ചന്റെ പടമാണ്. അപ്പൊ അകത്തെ അമിതാഭ് ബച്ചന്റെ കണ്ണും മൂക്കും ബാക്കി കാര്യങ്ങൾ ശരിയായപ്പോൾ പുറത്തെ ഭൂപടം എന്തായിട്ട് മാറി? ശരിയായിട്ട് മാറി. അവൻ ഭൂപടം നോക്കിയില്ല, അവൻ നോക്കിയത് എന്താണ്? അതിന്റെ പുറകിൽ അമിതാഭ് ബച്ചന്റെ പടമാ. അമിതാഭ് ബച്ചന്റെ കണ്ണും മൂക്കും വായും ശരിയായപ്പോൾ അപ്പുറത്തെ വശത്തെ എന്ത് ശരിയായി? ഭൂപടം ശരിയായി. ഓർക്കുക പ്രിയപ്പെട്ടവരെ, അകത്തെ അമിതാഭ് ബച്ചൻ ശരിയാകുമ്പോൾ പുറത്തെ ഭൂപടം ശരിയാകും. അകത്തെ മനുഷ്യൻ നേരെയാകുമ്പോൾ പുറത്തെ മനുഷ്യൻ നേരെയാകും. അതുകൊണ്ടാണ് പറയുന്നത്, ആന്തരിക മനുഷ്യനെ നീ ചിട്ടപ്പെടുത്തണം, ആന്തരിക ഭാവത്തെ നീ ചിട്ടപ്പെടുത്തണം. നിനക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ ആത്യന്തികമായി ഭംഗിയായി വിനിയോഗിക്കാനും ഉപയോഗിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുക, ഉള്ളിലെ മനുഷ്യനെ ആന്തരിക മനുഷ്യനെ ചിട്ടപ്പെടുത്തണം. ഈ ചിട്ടപ്പെടുത്തലാണ് വിശുദ്ധ കൂദാശാനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ഇപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ബലഹീനതയിൽ നിന്ന് ശക്തിയിലേക്കുള്ള യാത്രയാണ്. 4ാമത്, ജീവിതമെന്ന് പറഞ്ഞാൽ പ്രാകൃതത്തിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള യാത്രയാണ്. പ്രാകൃതത്തിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള യാത്രയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 44-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. എന്താ ഈ പ്രാകൃതവും ആത്മീയം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാകുന്നത്? It is sown in natural body, but it is raised in spiritual body എന്നാണ് പറയുന്നത്. എന്താ ഈ പ്രാകൃതം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ മനുഷ്യൻ ആരാ? ആദ്യത്തെ മനുഷ്യൻ ആരാ? ആദാം. ആദ്യത്തെ മനുഷ്യൻ ആരാ? ആദാം. 2ാമത്തെ ആദം ആരാ? ആദ്യത്തെ മനുഷ്യൻ ആദാം. 2ാമത്തെ മനുഷ്യൻ ആരാ? 2ാമത്തെ ആദം ആരാ? സെക്കൻഡ് ആദം ആരാ? ക്രിസ്തു. ആദ്യത്തെ ആദാം മരിച്ചോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ജീവനോടിരിക്കുന്ന അവസ്ഥയിലാണല്ലോ. മരിച്ചോ? മരിച്ചു അല്ലേ? അടക്കപ്പെട്ടോ?
അടക്കപ്പെട്ടോ? അതും സംശയ. അടക്കപ്പെട്ടോ? അടക്കപ്പെട്ടു. മണ്ണോട് ചേർന്നോ? ചേർന്നോ? ചേർന്നു. രണ്ടാമത്തെ ആദാം ക്രിസ്തു. ക്രിസ്തു മരിച്ചോ? ക്രിസ്തു മരിച്ചോ? ഇല്ലയോ? ക്രിസ്തു മരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. ക്രിസ്തു മരിച്ചോ? മരിച്ചു. അടക്കപ്പെട്ടോ? അടക്കപ്പെട്ടോ? അടക്കപ്പെട്ടു. മണ്ണോട് ചേർന്നോ? ചേർന്നോ? ഇല്ല. എന്ന് പറഞ്ഞാൽ പ്രാകൃതത്തിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ആദാമിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള മാറ്റമാണ്, മണ്ണിൽ നിന്നും വിണ്ണിലേക്കുള്ള മാറ്റമാണ്. ആദാമിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള മാറ്റമാണ്, മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള മാറ്റമാണ്. ഈ ബോധം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള മാറ്റം, ഇതാണ് ഒരു ആത്മീയ ജീവിതത്തിന്റെ അനിവാര്യത, ആത്യന്തികമായ ലക്ഷ്യം. മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള മാറ്റം. എന്നാൽ പലപ്പോഴും ഈ മണ്ണോട് ചേരുന്ന ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. മണ്ണോട് ചേരുന്ന ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് മുമ്പോട്ട് പോകുന്നത്. എന്താ ഈ ശരീരം എന്ന് പറഞ്ഞാൽ? ഒരു സയൻസ് വിദ്യാർത്ഥി ശരീരത്തെ ഡിഫൈൻ ചെയ്താൽ, വ്യാഖ്യാനിച്ചാൽ അവൻ പറയും 46 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്നതും ഒരു ചെറിയ മുറി പൂശാനുള്ള ചുണ്ണാമ്പുള്ളതും 8 ബാർ സോപ്പ് ഉണ്ടാക്കാനുള്ള കൊളസ്ട്രോൾ ഉള്ളതും 2000 തീപ്പെട്ടി ഉണ്ടാക്കാനുള്ള ഫോസ്ഫറസ് ഉള്ളതും 9000 പെൻസിൽ ഉണ്ടാക്കാനുള്ള കാർബൺ ഉള്ളതും 2 ഇഞ്ച് ആണി ഉണ്ടാക്കാനുള്ള അയൺ ഉള്ളതും 25 വോട്ട്സിന്റെ ബൾബ് 2-3 സെക്കൻഡ് കത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി ഉള്ളതും പിന്നെ കുറച്ച് മഗ്നീഷ്യവും പൊട്ടാസ്യവും സോഡിയം ഒക്കെ ചേരുന്ന ഇറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് വിച്ച് ഈസ് നോൺ ആസ് ഹ്യൂമൻ ബോഡി എന്ന് ഒരു സയൻസ് വിദ്യാർത്ഥി പറയും. 46 ലിറ്റർ വെള്ളം, ഒരു ചെറിയ മുറി പൂശാനുള്ള ചുണ്ണാമ്പ് അഥവാ കാൽസ്യം, 9000 പെൻസിൽ ഉണ്ടാക്കാനുള്ള കാർബൺ, 9 ബാർ സോപ്പ് ഉണ്ടാക്കാനുള്ള കൊളസ്ട്രോൾ അഥവാ കൊഴുപ്പ്, 2000 തീപ്പെട്ടി ഉണ്ടാക്കാനുള്ള ഫോസ്ഫറസ്, 2 ഇഞ്ച് ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പ്, 25 വോട്ട്സിന്റെ ബൾബ് 2-3 സെക്കൻഡ് കത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി, പിന്നെ കുറച്ച് മഗ്നീഷ്യവും പൊട്ടാസ്യവും ചേരുന്ന എലമെന്റ്സുകളുടെയും കോമ്പൗണ്ട്സുകളുടെയും കളക്ഷനാണ് ഹ്യൂമൻ ബോഡി എന്ന് ചിലപ്പം ഒരു സയൻസ് വിദ്യാർത്ഥി പറയും. പക്ഷെ ഞാൻ പറയട്ടെ, ഇത്രയും സാധനം തരാം ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാക്കി തരാവോ? ദർ ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് സയൻസ്. അത് ശാസ്ത്രത്തിന്റെ പരിമിതിയാണ്. ഇനി ഭാരതീയ പാരമ്പര്യം മനുഷ്യ ശരീരത്തെ വ്യത്യസ്തമായ വീക്ഷണകോണിയിൽ നിന്നുകൊണ്ട് വിലയിരുത്തുന്നുണ്ട്. അതിൽ ഒരു പാരമ്പര്യം പറയുന്നു, മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ആഹാര്യം എന്നാണ് പറയുന്നത്. എന്താ ഈ ആഹാര്യം എന്ന് പറഞ്ഞാൽ? അവർ പറയുന്നത് ഇതാണ്, നമ്മൾ ഉണ്ടായത് എവിടെ നിന്നാണ്? അവർ പറയുന്നു, നമ്മുടെ അപ്പനും അമ്മയും കഴിച്ച ആഹാരത്തിൽ നിന്നാണ് ആരുണ്ടായത്? നമ്മൾ ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ശരാശരി മലയാളി ഉണ്ടായത് എങ്ങനെയായിരിക്കണം? മാട്ടുപ്പെട്ടിയിൽ നിന്നും പൊള്ളാച്ചിയിൽ നിന്നും വരുന്ന കന്നാലിയും പച്ചക്കറിയും കഴിച്ച്, ആന്ധ്രയിലെ ജയാരി ഉണ്ട്, പഞ്ചാബിലെ ഗോതമ്പ് കഴിച്ച് ആയിരിക്കണം ആരുണ്ടായത്? മലയാളി ഉണ്ടായത്, അല്ലേ? ഓരോ ദേശത്തെയും ഭക്ഷണം വ്യത്യസ്തമാണ്. ഈ ഭക്ഷണം മാറുന്നതനുസരിച്ച് മനുഷ്യന്റെ രൂപവും മാറും. അതുകൊണ്ടാ മലയാളിയുടെ കൂട്ടാണോ തമിഴനിരിക്കുന്നത്? തമിഴന്റെ കൂട്ടാണോ തെലുങ്കനിരിക്കുന്നത്? അവന്റെ പഞ്ചാബിയുടെ കൂട്ടാണോ മലയാളി ഇരിക്കുന്നത്? അല്ലെ പാശ്ചാത്യന്റെ കൂട്ടാണോ? യൂറോപ്യന്മാർ തമ്മിൽ പരസ്പര വ്യത്യാസമുണ്ട്. എന്ന് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ വരുന്ന വ്യത്യാസം മനുഷ്യന്റെ രൂപത്തിൽ ഒന്ന് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ മലയാളി കഴിക്കുന്ന ഭക്ഷണം അവന്റെ രൂപപ്പെടുത്തുന്നു. അപ്പനും അമ്മയും കഴിച്ച ഭക്ഷണത്തിൽ നമ്മൾ ഉണ്ടായത്. രണ്ടാമത് അവർ പറയുന്നു, നമ്മൾ വളരുന്നത് എങ്ങനെ വളരുന്നേ? ഭക്ഷണം കഴിച്ചാണ് എന്ത് ചെയ്യുന്നത്? വളരുന്നത്. അപ്പൊ വീണ്ടും ഭക്ഷണം കഴിക്കണം. ഇനി ഭക്ഷണം കഴിച്ചു വളർന്നു, നമ്മളിനി എന്തായി തീരാൻ പോവുക? നിങ്ങൾ സ്വസ്ഥമായിട്ട് നാട്ടിൽ കിടന്നാ മരിക്കുന്നതെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പള്ളിയുടെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കും. അവിടെ നിങ്ങളെ കഴിക്കാൻ ആരുണ്ട്? നിങ്ങളുടെ പാപം കണ്ടിട്ട് ഞങ്ങളെയോ കഴിക്കാനോ? നമ്മുടെയൊക്കെ ചിന്ത നമ്മളെ ആരും കഴിക്കത്തില്ലെന്നാ നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് ഈ അവയവങ്ങൾ ദാനം ചെയ്യാൻ നമുക്കൊരു മടിയാ. നമ്മുടെ വിചാരം എന്താണ്? അതായത് നമ്മൾ കരളോ കണ്ണോ വല്ലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് രണ്ടാമത് വരുമ്പോ
ഞാൻ എവിടെ നിന്ന് എഴുന്നേക്കും? എവിടെ നിന്ന് വരും? കല്ലറയിൽ നിന്ന് എഴുന്നേക്കും. അപ്പൊ കല്ലറയിൽ നിരക്കുന്ന സമയത്ത് ഞാൻ കിഡ്നി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കാണത്തില്ല? കിഡ്നി കാണത്തില്ല. ലിവർ കൊടുത്താൽ എന്ത് കാണത്തില്ല? ലിവർ കാണത്തില്ല. അതുകൊണ്ട് പലരും ഇത് കൊടുക്കാതിരിക്കുക. കർത്താവ് രണ്ടാമത് വരുമ്പോഴത്തേക്ക് സൂക്ഷിച്ചു വെച്ചോണ്ട്. അതൊരു തെറ്റായ ചിന്തയാ. കാരണം എന്താ? നമ്മളെ കൊണ്ട് നടക്കേണ്ട ഒരാഴ്ച കഴിഞ്ഞൊന്ന് ഉയർത്തി നോക്കിക്കേ. കണ്ണവിടെ കാണുമോ? കാണുമോ? ഹാർട്ട് അവിടെ കാണുമോ? ലിവർ കാണുമോ? ഒന്നും കാണത്തില്ല. മണ്ണോട് ചേരും. ഓർക്കുക, അവയവദാനം ഒരു പുണ്യമാണ്. അത് കൊടുക്കാൻ കഴിയണം. നീ നിന്റെ അവയവം എവിടെയായിരുന്നാലും ഏത് പഞ്ചഭൂതങ്ങളിൽ ലയിച്ചാലും ഇത് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവാർക്കുണ്ട്? കർത്താവിനുണ്ട്. ഈ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ നമ്മൾ നോർമലായിട്ടോ മരിച്ചെന്ന് നമ്മുടെ കല്ലറയിൽ അടക്കപ്പെടുന്നതെങ്കിൽ നമ്മളെ കഴിക്കാൻ ആരുണ്ട്? കല്ലറയിൽ ഡീകമ്പോസ് ചെയ്യാനായിട്ട് ബാക്ടീരിയകളുണ്ട്, അല്ലേ? നമ്മളിനി കടലിൽ വീണാ മരിക്കുന്നെങ്കിൽ നമ്മളെ ആര് കഴിക്കും? ആര് കഴിക്കും? പിരാനയോ ഷാർക്കോ ഒക്കെ കഴിച്ചോണ്ട് പോകും. ആരും കാണാതെ കുന്നിന്റെ ചെരുവിലാ കിടന്ന് മരിക്കുന്നെങ്കിൽ നമ്മളെ ആര് കഴിക്കും? കഴുകനോ കുറുകനോ കഴിച്ചോണ്ട് പോകും. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ആഹാരത്തിൽ നിന്ന് ജനിച്ചു, ആഹാരം കഴിച്ചു വളർന്നു. എന്തായി തീരുകയാണ്? ആഹാരമായി. മറ്റു ജീവികൾക്ക് എന്തായി മാറുകയാണ്? ആഹാരമായി മാറുകയാണ്. അതുകൊണ്ടാണ് ആ ട്രഡിഷൻ പറയുന്നത് ആഹാരമാണ് മനുഷ്യൻ. നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അല്ലെ രണ്ട് യാൻ അല്ലെ ഒരു യാൻ വയറിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. മനുഷ്യന്റെ ജീവിതം ആഹാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എന്നാൽ ഓർക്കുക, പൗരസ്ത്യ പാരമ്പര്യത്തിൽ മനുഷ്യ ശരീരത്തെ പറ്റി വളരെ മനോഹരമായ സങ്കല്പമാണുള്ളത്. അവിടെ പറയുന്നുണ്ട്, ഹ്യൂമൻ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മന്ദിരമാണ് മനുഷ്യന്റെ ശരീരം. ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരം. അതിനൊരു അനശ്വരതയുണ്ട്, അല്ലേ? അതുകൊണ്ടാ ദേവാലയമാണ് ശരീരം. വിശുദ്ധ മൂറോൻ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളെ കൂദാശ ചെയ്യാറുള്ളൂ. ഏതൊക്കെയാണെന്നറിയാവോ? വിശുദ്ധ മൂറോൻ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളാണ് കൂദാശ ചെയ്യുന്നേ. ഒന്ന് പള്ളിയും, രണ്ട് മനുഷ്യന്റെ ശരീരവും. രണ്ടും എന്താണ്? ദേവാലയമാണ്, അല്ലേ? നമ്മൾ ദേവാലയം എങ്ങനെ സൂക്ഷിക്കണോ അതുപോലെ എന്ത് സൂക്ഷിക്കണം? ശരീരവും സൂക്ഷിക്കണം. ദേവാലയം സൂക്ഷിക്കുന്നത് പോലെ എന്ത് സൂക്ഷിക്കണം? ശരീരവും സൂക്ഷിക്കണം. കാരണം എന്താ? ദേവാലയം ദൈവത്തിന്റെ ആലയമാണ്. ഇന്ന് നമുക്ക് വല്ലാത്ത ചില ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അവിടെ ഭരണക്കാരുണ്ടാകുന്ന പല പള്ളിയിലും ഭരണക്കാരുണ്ട്. ദേവാലയം ഒന്ന് വിഗ്രഹിച്ച് സമാസിക്കാൻ പറഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെയായിരിക്കും സമാസിക്കുന്നേ? ദൈവത്തിന്റെ ആലയം, അല്ലേ? ദൈവത്തിന്റെ ആലയം. ആലയത്തിന് ഉടമ ആരാ? ഭൂമിയിൽ ഒരു തോമാച്ചനുമല്ല, ഒരു മത്തായി അല്ല. ദേവാലയത്തിന് ഉടമ ആരാ? ദൈവമാണ്. ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിനെ അത്ര പവിത്രമായിട്ട് സൂക്ഷിക്കണം. ദേവാലയത്തിനുള്ളിൽ എങ്ങനെയാണോ നമ്മൾ കയറുന്നത്, എങ്ങനെയാണോ നിൽക്കുന്നത്, എങ്ങനെയാണോ ഇറങ്ങുന്നത്, ആ ദേവാലയം പവിത്രമായി സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരം എന്താണ്? ദേവാലയമാണ്. ഈ ദൈവം വസിക്കുന്ന ഈ ആലയത്തെ തെറ്റായ കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്, മോശപ്പെട്ട കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്, കാണപ്പെടേണ്ടാത്ത സ്ഥാനത്ത് നിന്നെ കാണരുത്. ഓർക്കുക, നിന്റെ ശരീരം നീ ലോകത്ത് ഉപയോഗിക്കുമ്പോൾ നിനക്ക് ചിന്ത വേണം, ഇതെന്താണ്? ദൈവത്തിന്റെ ആലയമാണ്. ഇറ്റ് ഈസ് ടെമ്പിൾ ഓഫ് ഗോഡ്. വിശുദ്ധ മൂറോൻ കൊണ്ടാണ് ഈ ശരീരം കൂദാശ ചെയ്തിരിക്കുന്നത്. ഈ പള്ളി കൂദാശ ചെയ്തേക്കുന്ന മൂറോൻ കൊണ്ടാ. നമ്മുടെ ശരീരം കൂദാശ ചെയ്തേക്കുന്ന എന്തുകൊണ്ടാ? വിശുദ്ധമായ മൂറോൻ കൊണ്ടാണ്. ഈ ഒരു ബോധ്യം വേണം. പ്രിയമുള്ളവരെ, നമുക്കിന്നൊന്ന് ഹൃദയം, ഈ ശരീരം കൊണ്ട് ഹൃദയം തുറന്നൊന്ന് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഒരു സർവേ പറയുന്നത് 1947 ഒരു ഇന്ത്യക്കാരൻ ദിവസം 56 മിനിറ്റ് ചിരിച്ചിരുന്നു എന്നാ പറയുന്നത്. 1947 56 മിനിറ്റ് ഒരു ഇന്ത്യക്കാരൻ ചിരിക്കുമായിരുന്നു. പക്ഷേ 2015 വന്നപ്പോൾ ഇന്ന് ചിരിക്കുന്നത് 6 മിനിറ്റാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുക, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചിരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്. 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യക്കാരൻ എന്തിന്റെ കഴിവ് കുറഞ്ഞു? ചിരിക്കാനുള്ള ശേഷി കുറഞ്ഞു. ഇന്ന് ചിരിമാലയുണ്ട്, സിനിമാലയുണ്ട്, കോമഡി പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഹൃദയം തുറന്നൊന്ന് ചിരിക്കാൻ കഴിയുന്നില്ല. എന്താ ചിരിയെന്ന് പറഞ്ഞ? ചുണ്ടു മാറ്റുമ്പോ പല്ല് കാണുന്ന പ്രോസസ്സാണോ ചിരി? ആണോ? അത് ചിരിയല്ല, അത് മോണാക്റ്റ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മോണാക്റ്റ. കാരണം എന്താ?
ചിരിയും പല്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിരിയും പല്ലുമായിട്ട് ബന്ധമുണ്ട് നമ്മളെ പഠിപ്പിച്ച ആരാ? കോൾഗേറ്റുകാരും ക്ലോസപ്പുകാരും ഒക്കെയാ പഠിപ്പിച്ച ചിരിയും പല്ലുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, പല്ലില്ലാത്ത കുഞ്ഞിന്റെ ചിരിയാണോ നല്ലത്, പല്ലുള്ള നമ്മുടെ ചിരിയാണോ നല്ലത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അല്ലേ? പ്രായം ചെന്ന അപ്പച്ചന്മാരെ ചിരി കണ്ടിട്ടുണ്ടോ? പല്ലില്ലാത്ത ചിരികൾക്ക് പിന്നിലൊരു നിഷ്കളങ്കതയുണ്ട്. ചിരിക്കടയിൽ പല്ല് വന്നപ്പോൾ എന്തു പോയി? നിഷ്കളങ്കത പോയി. ചിരി എവിടുന്നാ ഉണ്ടാകുന്നേ? ചിരി തലച്ചോറിൽ നിന്നല്ല ഉണ്ടാകുന്നത്, പിന്നെ എവിടുന്നാണ്? ഹൃദയത്തിൽ നിന്നാണ് ചിരി ഉത്ഭവിക്കുന്നത്. അപ്പൊ ഹൃദയം സന്തോഷകരമായി തീരുമ്പോഴാണ്, ഹൃദയം നന്മ കൊണ്ട് നിറയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ചിരി ഉണ്ടാകുന്നത്. ഇന്ന് ദൈവത്തിന്റെ മന്ദിരമായ ശരീരം കൊണ്ട് മനുഷ്യന് ചിരിക്കാൻ കഴിയുന്നില്ല. വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഈ ശരീരം പരിപോഷിക്കപ്പെടേണ്ട രീതിയിൽ പരിപോഷിക്കപ്പെടാത്തതാണ് ഇന്നത്തെ അടിസ്ഥാനപരമായ കുഴപ്പമെന്ന് പറയുന്നത്. ദൈവമേ, എൻ്റെ സഭയുടെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ശരീരം വിശുദ്ധ മൂറോനാൽ മുദ്രയിടപ്പെട്ടിട്ടുള്ളതാണെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ നിറയണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. ഇന്ന് ചിരി മറ്റു പലതിന്റെ അടയാളമായിട്ട് മാറി. ചുംബനം ഒറ്റിക്കൊടുക്കലിന്റെ അടയാളമായി യൂദയിലൂടെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് ചിരി എന്ന് പറഞ്ഞ കൊട്ടേഷൻ കൊടുക്കുന്നതിന്റെ അടയാളമാണ്. അവിടെയാണ് ചിരി കൊലച്ചിരികളായിട്ട് മാറുന്നത്. ചില മനുഷ്യർ നമ്മളെ നോക്കി ചിരിച്ച ഓർത്തോണം, അതെന്താണ്? കൊലച്ചിരിയാണെന്ന് ഓർത്തോണം. ഈ ലോകത്തിൽ ഒരു നല്ല ചിരി സമ്മാനിക്കുവാൻ, ഹൃദയം തുറക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. അങ്ങനെയായി തീരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കണം, ഒരു വിശുദ്ധിയുടെ പ്രക്രിയ ആരംഭിക്കണം, ഒരു നന്മയുടെ പ്രക്രിയ ആരംഭിക്കണം. ഭാരതീയ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട് മനഃശൗചം വാക്ശൗചം എന്ന് പറയുന്നുണ്ട്. എന്താ ഈ ശൗചം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞ് മലയാളിക്ക് ശൗചം എന്ന് പറഞ്ഞ ഒറ്റ അർത്ഥേ അറിയത്തുള്ളൂ. ശൗചം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശുദ്ധീകരണമെന്നാണ്. മനസ്സിനെ ശുദ്ധീകരിക്കണം, വാക്കിനെ ശുദ്ധീകരിക്കണം. ഇത് രണ്ടും ശുദ്ധീകൃതമായി തീർന്നെങ്കിലേ നമ്മുടെ ഉള്ളിൽ ഒരു നന്മ ഉണ്ടായി മാറത്തുള്ളൂ. തീർച്ചയായും ഈ ജീവിതം പ്രാകൃതമായ അവസ്ഥയിൽ നിന്ന് ഉന്നതത്തിലേക്ക് എത്താനായിട്ട് നമുക്കറിയാം, ഒരു ബഹിരാകാശ പേടകം ബഹിരാകാശത്തേക്ക് വിടണമെങ്കിൽ ഭൂമി സൃഷ്ടിക്കുന്ന ആകർഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇതുപോലെ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് എത്തണമെങ്കിൽ ഈ ലോകം സൃഷ്ടിക്കുന്ന പ്രലോഭനത്തിൽ നിന്ന് അതിജീവിക്കുവാൻ സാധിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മുടെ ഉള്ളിലെ ദൈവബോധം നിറയേണ്ടതും വളരേണ്ടതും. ഒരു കുഞ്ഞ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയെ കാത്തുകൊള്ളണേ, കാരണം ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. കുഞ്ഞു പ്രാർത്ഥിച്ചതാണ്, ദൈവമേ, അങ്ങയെ സൂക്ഷിച്ചോളണേ, ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് കരുതലായി കൂടെയുണ്ട്. അപ്പൊ ഓർക്കുക, ജീവിതം കേവലമായ ഒരു സമസ്യയല്ല, മറിച്ച് നന്മയുടെയും ഒരു യാത്രയാണ്. അത് വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ നോക്കപ്പെടേണ്ടതാണ്. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ തന്റെ കാഴ്ചപ്പാടുകൾ, ഒരുപക്ഷെ ശവസംസ്കാര ശുശ്രൂഷ ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് വിചാരിക്കുന്നത് മരണത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. പക്ഷേ അവിടെ പറയുന്നത് ആരെ പറ്റിയാണ്? ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ ദ്രവ്യത്തെ മോഹിച്ച് അവസാനിക്കേണ്ടതല്ല, ദൈവഭക്തിയിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ജീവിതമെന്നാൽ ഇരുട്ടിൽ കഴിഞ്ഞുകൂടേണ്ടതല്ല, വെളിച്ചത്തിന്റെ മക്കളായിത്തീരുന്ന മാമോദിസയിലൂടെ നാം പ്രാപിച്ച അനുഭവത്തെ നിലനിർത്തേണ്ടതാണ്. 3, ബലമെന്ന് പറഞ്ഞാൽ അത് കേവല ബലമല്ല, ക്രിസ്തുവിനോട് ചേരുമ്പോഴുണ്ടാകുന്ന ബലമാണ്. ദൈവം കൂടെയുള്ളവനാണ് ബലവാൻ. ദൈവം കൂടെയുള്ള അവസ്ഥയാണ് ബലം. ദൈവം കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാത്തതാണ് ബലഹീനത. 4, ഈ ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, ആത്മാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ നവോത്ഥാനം നമ്മുടെ ഉള്ളിൽ നടക്കണം. ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ നിന്ന് ആത്മകേന്ദ്രീകൃതമായൊരു ആരാധനാ ജീവിതം നമ്മുടെ ഉള്ളിൽ ഉത്ഭവിക്കപ്പെടണം. നമ്മുടെ ശരീരം വിശുദ്ധ മൂറോനാൽ മുദ്രയിടപ്പെട്ട ദേവാലയമാണെന്നും ദേവാലയം സൂക്ഷിക്കുന്ന പോലെ എൻ്റെ ശരീരവും സൂക്ഷിക്കണമെന്നും കാണപ്പെടേണ്ടതല്ലാത്ത ഒരു സ്ഥാനത്തും എന്നെ കാണരുതെന്നുമെന്നുള്ള ആത്മബോധത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് വിശ്വാസം സുദൃഢമാകുന്നത്, ജീവിതം ശക്തമായി തീരുന്നത്. അങ്ങനെ ഒരു തീർത്ഥാടനത്തിന്റെ മുഖാന്തരമായി നമ്മുടെ വിശ്വാസ പഠനങ്ങൾ മാറിത്തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ചുമതലക്കാരോടും
ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.